ഫ്രണ്ട്സ്, ജപ്പാനിലെ സൺസെറ്റ് കാണുന്നതിന് വേണ്ടി അതിമനോഹരമായ ബീച്ചുകളിലൊന്നായ സസഗാവ നഗാരെ എന്ന സ്ഥലത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും സൺസെറ്റ് കാണാൻ ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ ബോട്ടിൽ കയറി കടലിനുള്ളിലൂടെ ഒന്ന് സഞ്ചരിക്കാമെന്ന് വെച്ച് യാത്ര അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജപ്പനീസ് ഭാഷയിൽ കാമോമെ എന്ന് വിളിക്കുന്ന സീഗുൾ പേടുകൾ പറന്നു വന്നത്. തുടക്കത്തിൽ ഒന്നോ രണ്ടോ പക്ഷികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവിടെ പക്ഷികളെ കൊണ്ട് നിറഞ്ഞു. എന്തോ ഉടനെ തന്നെ കിട്ടുമെന്നുള്ള 100% കോൺഫിഡൻസിലാണ് അവ ബോട്ടിനെ ഫോളോ ചെയ്തുകൊണ്ട് പറന്നത്. ബോട്ടിൻ്റെ പുറത്തെ ഡെക്കിൽ നിന്നിരുന്ന പ്രായമായ ചില സ്ത്രീകൾക്ക് തുടക്കത്തിൽ അവയെ കണ്ടപ്പോൾ ചെറിയ ഭയമുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇവ എന്തുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോട് കൂടി പറക്കുന്നതെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ബോട്ടിലെ ഓപ്പറേറ്റർമാരിൽ ഒരാൾ ഒരു വലിയ പാത്രം നിറയെ നമ്മുടെ നാട്ടിലെ കുർക്കുറയോട് സമാനമായ രീതിയിലുള്ള കുറേ പാക്കറ്റുകളുമായി അന്ന് വിൽപ്പന തുടങ്ങി. 100 യെന്നാണ് ഒരു പാക്കറ്റിന് വിലയായി അയാൾ ഈടാക്കിയത്. വിലയൊന്നും ഞാൻ കാര്യമാക്കിയില്ല. വിശന്ന് കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണെന്നാണല്ലോ. ഞാനും ഒരു ജാപ്പനീസ് കുർക്കുറെ പാക്കറ്റ് വാങ്ങി പൊട്ടിച്ചെറിയാൻ തുടങ്ങി. ഗ്രഹണി പിടിച്ചവന് ചക്കക്കൂട്ടാൻ കിട്ടിയതുപോലെ എന്ന് പഴമക്കാർ പണ്ട് പറയുന്ന പോലെയായിരുന്നു പക്ഷികളുടെ അവസ്ഥ. ഇതിൻ്റെ കൃത്യമായ അർത്ഥം എനിക്കറിയില്ലെങ്കിലും ഞാനത് ഇവിടെ പ്രയോഗിക്കുന്നു. ഒരു കുർക്കുറെ പോലും പാഴാവാൻ അവർ അനുവദിച്ചില്ല. മലന്നും ചെരിഞ്ഞും ചാടിയും പല രീതിയിലും അവർ ഓരോ കുർക്കുറയും അകത്താക്കി. ഇനി വെള്ളത്തിൽ വീണാൽ അവിടെ പോയിരുന്ന് അവ മുങ്ങിയെടുത്ത് അതും കഴിച്ചു. ഒരു പാക്കറ്റിൻ്റെ വിലയായ 100 yen മുതലായല്ലോ എന്ന ആത്മസംതൃപ്തി ഭക്ഷണം കൊടുത്തവനും, ഭക്ഷണം കഴിച്ചു വയറു നിറഞ്ഞതിൻ്റെ ആത്മസംതൃപ്തി പക്ഷികൾക്കും. ഈ കാണുന്നതാണ് വിശന്നു വലഞ്ഞു വരുന്ന പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിശാല ഹൃദയനായ ഞാൻ. എൻ്റെ 100 yen പാഴാവില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. ഈ പാക്കറ്റ് വാങ്ങിയ ഉടനെ തന്നെ എൻ്റെ മൊബൈൽ അതേ വ്യക്തിയുടെ കയ്യിൽ കൊടുത്ത് എൻ്റെ വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ പാക്കറ്റ് തീരുന്നവരെ ആ മനുഷ്യൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടേ നിന്നു. ഇനി മറ്റൊരാൾ കൂടി ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല, എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ വ്യക്തിയെ കണ്ടിട്ടില്ല. അതായത് ആ ഓപ്പറേറ്റർ പിന്നീട് ബോട്ട് ഓപ്പറേറ്ററുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയില്ല എന്ന് വേണം അനുമാനിക്കാൻ. കൃത്യമായ ഇടവേളകളിൽ ഈ വഴിയിലൂടെ ബോട്ടുകൾ സഞ്ചരിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ബോട്ടുകൾക്ക് പുറമെ മത്സ്യബന്ധന ബോട്ടുകളിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന മത്സ്യങ്ങളും ഇവർ ഭക്ഷിക്കുന്നു. എന്നിട്ടും ആക്രാന്തത്തിനൊരു കുറവുമില്ല. ഒരുപക്ഷെ അവരുടെ സ്വതസിദ്ധമായ വേട്ടയാടൽ പോലും അവർ മറന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതൊരു സ്കില്ലിനും നിരന്തര അഭ്യാസം ആവശ്യമാണല്ലോ.